നമസ്കാരം. ഞാൻ ഇന്നൊരു ഓലൻ ഉണ്ടാക്കാൻ പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയത് കുമ്പളങ്ങായും പയറും മാത്രം ഇട്ടായിരുന്നു. ഈ പ്രാവശ്യം മത്തങ്ങയോട് ചേർത്ത് ഒരു ചെറിയൊരു കഷ്ണം മത്തങ്ങ എടുത്ത് കഷ്ണമാക്കി എടുത്തിട്ടുണ്ട്. ഒരു കുമ്പളങ്ങയുടെ നാലിലൊരു കഷ്ണം എടുത്ത് കുമ്പളങ്ങയും കണ്ടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അരമുറി തേങ്ങയുടെ ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ വേവിക്കാൻ വേണ്ടി രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക്, തേങ്ങയും മത്തങ്ങായും കൂടെ 6 പച്ചമുളകും കയറിയിട്ടുണ്ട്. അതും രണ്ടാം പാലും കൂടെ ഒഴിച്ച് അടുപ്പിലോട്ട് വെച്ചുകൊണ്ട് വേവിക്കാൻ പോകണം. 50 ഗ്രാം വൻപയറും എടുത്തിട്ടുണ്ട്. അത് വേവിച്ച് വെച്ചിരുന്ന ആക്കിയാണ്. ഇത് പകുതി വേവാകുമ്പം ഈ വൻപയറൂടെ അതിനകത്തിലോട്ടിട്ട് വേവിക്കാം. നുള്ള ഉപ്പ് ചേർക്കുകയാണ്. ഇനി 2 തണ്ട് കരിയാപ്പിലയുടെ ഒരു ഇതിനകത്തിലോട്ടിടാണ്. ഇനി ഇത് നമ്മൾ വേവട്ടെ. വെന്ത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ ഓലൻ്റെ കഷ്ണം മത്തങ്ങായും കുമ്പളങ്ങായും ഒരു പകുതി വേവായി. ഇനി അതിനകത്തിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയർ ഇട്ട് കൊടുക്കുകയാണ്. അതിലോട്ട് കൂടെ കിടന്നൊന്ന് എല്ലാം കൂടെ ഒന്ന് പെരണ്ട് വേവട്ടൊന്നുകൂടെ. ഓലൻ വെന്ത് കുറുകി. ഇനി ഇതിനകത്തിലോട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുകയാണ്. റെഡിയായി വെന്തു. ഞാൻ ഇന്ന് മത്തങ്ങായും കൂടെ ചേർത്താണ് ഓലൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിനകത്തിലോട്ട് നമുക്ക് 2-3 തണ്ട് പച്ച കരിയാപ്പില ഇടാം. പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നല്ല വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണിത്. അങ്ങനെ നമ്മുടെ ഓലൻ റെഡിയായി. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഓലൻ ഉണ്ടാക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ്